വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗൈസ്, ഇന്ന് വരുന്നത് ഞാനും ഷിൻജാനും പിന്നെ ഞാനും തങ്ങളുംബായും ഷിൻജാനും. അപ്പോൾ ഷിൻജാനെ, നമ്മളൊന്ന് എന്താടാ ഈ വീഡിയോ ഒന്ന് പറഞ്ഞെടാ. ഹായ് ഗൈസ്, അപ്പം നമ്മളിന്ന് പോകാൻ പോണത് നമ്മുടെ വീട്ടിലോട്ടേക്കാണ്. ഇതല്ല, നമ്മൾ പുതിയതെടുത്ത വീട്ടിലേക്കാണ് നമ്മൾ പോണത്. അപ്പൊ അവിടെ പുതിയ എന്തൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടെന്നാ പറഞ്ഞത്. അപ്പൊ ഞാൻ ആ വീട്ടിലേക്ക്, എനിക്ക് ആ വീട്ടിൽ പോകണമെന്ന് നിർബന്ധമാണ്. കാരണം ആ വീട് സൂപ്പറാണ്. അതുകൊണ്ടാണ് എനിക്ക് ആ വീട്ടിൽ പോകാൻ നിർബന്ധം. ചിലപ്പോൾ നമ്മൾ അങ്ങനെ വീട് മാറുന്നതായി. അപ്പൊ ഷിൻജാൻ പറഞ്ഞത് കേട്ടില്ല. അപ്പൊ നമ്മള് വീട് മാറാൻ പോകണം. അപ്പൊ നമ്മള് വീട് മാറുമ്പോൾ നമ്മൾ ഈ ഡിഫൻഡർ ഒന്നും എടുത്തിട്ടല്ല പോണത്. ഷിൻജാനെ വണ്ടി കാണിച്ചെടുക്കടാ. ഷിൻജാന് ഇതാണ് നമ്മളെ വണ്ടി. ഷിൻജാൻ ഇത് പറഞ്ഞ, ഞാൻ പറഞ്ഞത് ഇതാണ് നമ്മളെ വണ്ടികൾ. അപ്പൊ നമ്മൾ ഈ വണ്ടി മൊത്തം ഞാൻ അവിടെ എത്തിക്കാനുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നമ്മൾ ഇന്നോവ കൊണ്ടാണ്ട് പോവാം. ഇന്നോവ കണ്ടിട്ട് തന്നെ അടിപൊളി വണ്ടിയല്ലേ ഷിൻജാനെ? അപ്പൊ നമ്മള് നമുക്ക് ഇന്നോവ എടുത്തിട്ട് നമ്മൾ ആ വീട്ടിലേക്ക് എത്തിയിട്ട് എല്ലാ വണ്ടിയും ഞങ്ങൾ ആ വീട്ടിലേക്ക് എത്തിയിട്ട് ഞങ്ങൾ കാണിച്ചു തരില്ലേ ഷിൻജാനെ? അപ്പൊ ഗൈസ്, ഷിൻജാനക്ക് എന്താ പറയാനുണ്ട് നിങ്ങളോട്? അത് പിന്നെ ഈ വീഡിയോ കാണാൻ എല്ലാവരും അവിടെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അടിച്ചു പൊട്ടിച്ചേക്ക്, പിന്നെ ആ ലൈക്കും കൂടി മുക്കിയേക്ക്. അപ്പൊ ഷിൻജാൻ ഇതാ പറയാനുള്ളത്. അപ്പൊ ഷിൻജാൻ നമുക്ക് ആ വീട്ടിലെത്തിയിട്ട് കാണിച്ചെടുക്കാം അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ ഞാനും ഷിൻജാനും കൂടി പോയിക്കൊണ്ട് നിൽക്കുകയാണ്. നമുക്ക് അവിടെ എത്തുമ്പോഴാണ് നമ്മൾ പുതിയ റോഡൊക്കെ വന്നിട്ടുണ്ട്. നമ്മളെ വീടിന്റെ സൈഡിൽ തന്നെയാണ് പുതിയ റോഡ് വന്നത്. അപ്പൊ നമ്മൾ ആ റോഡിൽ കൂടിയാണ് നമ്മളെ വീട്ടിലേക്ക് പോണത്. ഇവിടെ ഹമ്പുണ്ട്, നമ്മൾ പുതിയ വീട്ടിലേക്ക് പറച്ച് വിട്ടോണ്ട് നിൽക്കണല്ലേ ഷിൻജാനെ? നമ്മൾ ഇനി പുതിയ വീട്ടിൽ കുറെ പണിയൊക്കെ ഉണ്ട്. പുറത്ത് കുറെ പണികൾ ചെയ്യാനുണ്ട്. ഇതൊന്നും പോകില്ല, പുറത്തൊന്നും കുറെ പണിയുണ്ട്. ഇതാ കാണുന്ന നമ്മളെ പുതിയ വീട്. ഒന്ന് ചൊല്ലി ഷിൻജാനെ വേണ്ടിട്ടാ. അയ്യോ എന്ത് പണിയാ കാണിച്ചത്? ഷിൻജാനെ ബ്രേക്ക് ഇട്ടാത്തതാ പ്രശ്നം. ഈ ഗേറ്റ് സമയത്തിന് തുറക്കില്ല. ഈ ഫ്രാങ്ക്ലിനെ കൊണ്ട് തോറ്റി. നല്ല ഇടിയാ ഫ്രാങ്ക്ലിൻ അടിച്ചത്. ഷിൻജാൻ അതൊന്നും ഇത് കാര്യാക്കണ്ട. നമ്മളിപ്പോ വണ്ടി ഇങ്ങോട്ട് കേട്ടിരുന്നു. അത്ര മാത്രം ഇനി മറ്റേ വണ്ടി പോയെടുക്കണ്ടേ? ആടെ എടുക്കണം. അത് വേഗം എടുക്കണം. അതൊക്കെ എടുത്തിട്ട് ഇവിടെ കൊണ്ട് വെക്കണം. അപ്പൊ ഗായ്സ്, നമ്മളങ്ങനെ വീട് മാറിയിരിക്കുകയാണ്. ഇതാണ് നമ്മളെ പുതിയ വീട്. വീട്ടില് TV ഒക്കെ ഉണ്ട്. പിന്നെ TV ഇല്ല, ചിത്രമാണ്, TV അല്ല. അപ്പൊ നമുക്ക് TV വെക്കുന്ന നമ്മൾ ആ ഒരു ഭാഗത്ത് ആയിട്ടാണ് TV വെക്കാനുള്ളത്. ഇപ്പോഴത്തെ സോഫമ്മന്ന് നേരെ ഇരുന്നിട്ട് അങ്ങോട്ട് കിട്ടുന്ന രീതിയിൽ അവിടെ ആയിട്ട് നമ്മൾ TV വെക്കാൻ പോണത്. പിന്നെ കുറെ പണികളുണ്ട് ഈ വീട്ടില് എടുക്കാന്. ഇത് ഷിൻജാന് പാകത്തിനുള്ള പൂള് വേണമെന്ന് പറഞ്ഞപ്പോ പിന്നെ നമ്മള് അതിനായിട്ട് എടുത്ത വീടാണ്. ഷിൻജാനുള്ള പാകത്തിനുള്ള വീടാണിത്, ഇല്ലേ ഷിൻജാനെ? പിന്നെ നിനക്കിപ്പോ നീന്താനൊക്കെ പഠിച്ചൂടെ ഈ വീട്ടില്? എനിക്ക് നീന്താനൊക്കെ പഠിക്കാം. എന്റെ വരെയുണ്ട്. ഓക്കെ, നീന്താ എന്റെ അവിടെ വരില്ലേ? ഷിൻജാനെ, ഇനിയേ നമ്മളെ വീട്ടില് TV വെക്കാൻ പോവാ. TV എത്ര ഇഞ്ചാ? ഇഞ്ച് അതൊന്നും നോക്കില്ല. നിന്റെ ഫോട്ടോ തന്നെ TVക്ക് വെക്കും. അപ്പൊ എനിക്ക് ടിവിയില് നോക്കി നീന്തൊക്കെ പഠിക്കാല്ലേ? ടിവിയില് നോക്കിട്ടാ നീ നീന്തി പഠിക്കണേ? എന്നാ TV സ്വിമ്മിംഗ് പൂളിൽ കൊണ്ട് വെക്കണ്ടായിരുന്നല്ലോ. അതൊന്നും വേണ്ട, ഷിൻജാനെ ഈ വീഡിയോ കാണുന്ന എല്ലാരോടും ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയും. ഇന്ന് നമ്മൾ TV വെക്കണതേ കാര്യം. പിന്നെ ഷിൻജാൻ നീന്താൻ പഠിക്കണതൊക്കെ കണ്ടോളി. അത് മാത്രമല്ല, ഈ ഭാഗത്തായിട്ട് ഗൈസ് ഒരു കിച്ചൺ വരുന്നുണ്ട്. പുറത്തോ? അവിടെ ഉണ്ടല്ലേ? അയ്യോ, പൂളിന്ന് കയറാൻ പറ്റുന്നില്ലേ മോനെ? ഇല്ല, ഒന്നവിടെ കിടന്നോ. അപ്പൊ ഗൈസ്, നിന്നോടൊരു ചാടാൻ പറഞ്ഞത്. അയ്യോ ഗൈസ്,
സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ കൂടി പോകണേ. അതെ ഗൈസ്, നമ്മൾ TV വെച്ചിട്ട് കാണാല്ലേ.